സന്തോഷം. എങ്ങനെയുണ്ട്? നല്ല ഫസ്റ്റായിരിക്കുന്നു. അടിപൊളിയാണോ? അതാ സന്തോഷം. കുടിച്ചോ. അപ്പം നമുക്ക് തുടങ്ങാം. ഞങ്ങൾ ഒരുവിധം പിച്ചക്ക് കൊണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ അമ്മു. അപ്പം ഗൈസ് മൾബറികൾ അങ്ങനെ നമ്മൾ താണ്ടേ അതിനിടയ്ക്ക് കൂടെ കോഴികളെല്ലാം കൂടെ നമ്മുടെ ചെടി നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നു. പോയേ വണ്ടി വിട്. ഹലോ ഗായ്സ്, വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സംഭവം നമ്മുടെ ഇവിടെ കുറേ മൾബറി നിൽപ്പുണ്ട്. ചിലത് ബൽബറി എന്ന് പറയും, മൾബറി എന്ന് പറയും, ബ്ലൂബറി എന്ന് പറയും, സ്ട്രോബറി എന്ന് പറയും, ഗോൾഡൻ ബറി എന്ന് പറയും, പിന്നെ എന്തെങ്കിലുമൊക്കെ. അപ്പം അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് മൾബറി. ഇതിന്റെ ഇലയാണ് ഏറ്റവും കൂടുതലും എന്തിനു കൊടുക്കുന്നത് പറ. ഇതിന്റെ പിന്നെ ആടിനല്ലേ മൾബറി എല്ലാം കൊടുക്കുന്നത്. പറ ഇപ്പം പറയണം. എനിക്കറിയില്ല സീരിയസ്ലി. പട്ടുനൂൽ പുഴു കേട്ടുണ്ടോ? അതിന് ഇതിന്റെ അല്ലേ കൊടുക്കുന്നേ. ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ. അതായത് ഞങ്ങൾ ഇന്ന് ഒരു സംഭവം പറഞ്ഞാൽ ഫീനുണ്ടോ. ഞാൻ വിചാരിച്ചത് ലെവലോലിക്കൊക്കെ കണ്ടുപിടിച്ച് ഉപ്പും മുളകും അതന്നെ ലെവലോലിക്ക് വേണ്ടിയിട്ട് അത് എടുത്തതാണ് എന്റെ വിചാരം. മൾബറിക്കാണ് ഇപ്പഴറിഞ്ഞ്. നമ്മുടെ മൾബറി ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂട്ടി അടിക്കാൻ പോവാം. എന്തോ ടേസ്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. ആദ്യം നമുക്ക് മൾബറി മരം കാണാം. എന്റെ കുഞ്ഞാവഞ്ഞ് വരണ്ടേ. ഓൾറെഡി മൾബറിക്ക് മധുരവും പുളിയുണ്ട്. അതുകൊണ്ട് സെറ്റ് ആയിരിക്കും. മധുരമുള്ളത് എങ്ങനെയായിരിക്കും എനിക്കറിയുന്നത്. എന്തായാലും നോക്കാം. അപ്പം ഞങ്ങൾ എന്തായാലും താണ്ടേ നമ്മുടെ മൾബറി മരത്തിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ ഈ ഒരു മരം നിങ്ങൾക്ക് എന്റെ കുഞ്ഞെന്ന് നേരത്തെ പറഞ്ഞു എന്നെയാന്ന് ഇതിനെയാണ് രണ്ടും കൂടെ. പിന്നെ നമ്മളോട് കുറെ പേര് ചോദിക്കുന്നു എന്നാണ് ഡെലിവറി ഡേറ്റ് എന്ന്. ഡെലിവറി ഡേറ്റ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടി പറയല്ലേ. ഡെലിവറി ഡേറ്റ് കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സ്കാൻ എന്തായാലും ഒരു ജൂൺ അല്ല, നമ്മുടെ ഡേറ്റിന് കുറച്ച് ഇത്രയും ദിവസം മുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ ലാസ്റ്റ് സ്കാനിങ് എനിക്ക് പറഞ്ഞേക്കുന്നത് ഈ മാസം 21 ചെല്ലുമ്പോ എന്ന് അഡ്മിറ്റ് ആവണം. എങ്ങനെയാണെന്ന് എനിക്കിപ്പോ 33 വീക്സ് കഴിയാറായി. 33 വീക്സ് കഴിയാറായി കേട്ടോ. അപ്പൊ കുറെ പേര് ചോദിച്ചു, കുറെ കമന്റ്സ് കണ്ടു. 33 വീക്സ് കഴിയാറായി, 34 വീക്സ് സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പൊ അത് 8th മന്ത് പകുതിയായി. അപ്പം പകുതി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം 21 തീയതി ഈ മാസം 21 അല്ല, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മറുപടി കൊടുക്കണമല്ലോ. ഈ മാസം 21 തീയതി നമ്മളോട് കറക്റ്റ് ആയിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറയും. അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ മരം നിങ്ങൾക്കൊന്ന് കാണിച്ചു. ഇതാണ് ഞങ്ങളുടെ മൾബറി മരം. കണ്ടോ, കുടുംബത്തിന്റെ വീട്ടിൽ നിന്ന് കയറി വരുന്ന വഴിക്ക് കാണുന്നതാണ് നമ്മുടെ മരം. ഇതാണ് നമ്മുടെ കുടുംബ വീട്. ഇതാണ് നമ്മുടെ മീനുടൻ. അപ്പൊ മൾബറി കാണിച്ചു തരാം. എന്താ ശരിക്കും നിപ്പുണ്ട് കേട്ടോ. ശരിക്കും ശരിക്ക് തറയിൽ കിടപ്പുണ്ട്. ഒന്നാണ്ട് ഈ നിൽക്കുന്നതാണ് നമ്മുടെ മൾബറി. നല്ല പഴുത്തന്നാ നോക്കണം. പുഴു ഞെക്കേ കയ്യിൽ ചോര നടിച്ചേ ഇടാൻ പറ്റുമോ? കഴിച്ചോക്കെ കഴിച്ചോട്ടെ. പറ്റിയൊന്നുമില്ല. ഞാൻ അവിടെ എല്ലാം വെച്ച് ചേക്ക് നോക്കട്ടെ. മധുരമുണ്ടോ? ഈ നിൽക്കുന്നുണ്ടോ നീ? ഇത് നോക്കി എത്തത്തില്ലല്ലോ. എനിക്ക് എത്തത്തില്ല. പുഴ കൊണ്ട് നോക്കിയാണോ തിന്നെ കേട്ടോ. നോക്കിട്ടൊക്കെ പകുതിയൊക്കെ ഇങ്ങനെ കഴിച്ചോക്കെ. അതൊന്ന് കഴിച്ചോക്കെ. അയ്യോ തറയെ പോയി. ആരോ കൊതി വിട്ട്. ഈ വീഡിയോ ഒരു കണ്ടില്ല, നമ്മൾ ഇടാൻ പോകുന്നില്ലേ. കഴിച്ചു ഫോക്കസ് ഔട്ട്. അതുകൊണ്ടല്ലേ ഞാൻ പുഴ ഉണ്ടോന്ന് അറിയാൻ. ടേസ്റ്റ് നല്ല മധുരം. ഇനിയിപ്പോൾ നോക്കണം. പുതിയതിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഗർഭിണികളെ ശ്രദ്ധിക്കുക. നാട് മൊത്തം കാണിക്കട്ടെ. പുതിയവാസികളായ ഗർഭിണികളെ ശ്രദ്ധിക്കുക. ഞങ്ങളിവിടെ മൾബറി പൂത്ത് നിപ്പോണ്ട്, പഴുത്ത് നിപ്പോണ്ട്. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വരിക. ഇവിടെ എനിക്കൊന്ന് ഗർഭിണികൾ കുറവാണ് ഉണ്ടെങ്കിലോ. ഒന്നാമത്തെ കാര്യം ഈ ആഗസ്റ്റ് ഏത് മാസമാണ് നമ്മുടെ കല്യാണം? ഏതായിരുന്നു? സെപ്റ്റംബർ 8 ശുഭമുഹൂർത്തത്തിൽ ഏതാണ്ട് ഇഷ്ടംപോലെ കല്യാണം നടന്നു. എവിടെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. ചില മറച്ചു നോക്കും, ചിലത് ഓപ്പൺ ആക്കും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇനിയിപ്പം സെപ്റ്റംബർ നോക്കണ്ട ചേട്ടാ. ഈ 2025 എന്ന് പറയുന്ന കുറെ കുഞ്ഞുങ്ങളുടെ ടൈമാണ്. നമ്മൾ കണ്ടില്ലേ? ശരിയാ, ഹോസ്പിറ്റലിൽ പോലും ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ല. നമുക്ക് തന്നെ അറിയാം. അപ്പം നമുക്ക് ഈ ഒരു മൾബറി മരം അതേ പറഞ്ഞ നല്ല ചുമ. നല്ല ഞാൻ ഓരോക്കെ പറയട്ടെ. ഞാനേ ഒരു വേല നീ ഒരു പാത്രം നമുക്ക് ഈ പിന്നെ ഇതെല്ലാം കൂടെ പിച്ച.
ഒരു ജ്യൂസ് അടിച്ച് നോക്കിയോ? മൽബറി ജ്യൂസ്. മൾബറി ജ്യൂസ് കൊള്ളാം. വെറൈറ്റി ഉണ്ട്. അടിച്ച് നോക്കാം, ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഞാനൊരു ഒരുവട്ടം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ പണ്ട് എപ്പോഴും ചെയ്തിട്ടുണ്ട്. നീ ഒന്നും ചെയ്തില്ലല്ലേ? അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ അത് മൊത്തം പിച്ചാം. ശരിക്കും ഇത് രണ്ടാമത്തെ വട്ടം അങ്ങോട്ട് കിളിച്ചിട്ടുള്ളൂ. 2 3 അപ്പോൾ നമുക്കൊരു പാത്രം ഇതെല്ലാം കൂടെ പിച്ചിട്ട് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കാൻ പോകാം. ഓക്കെ ദെൻ നമ്മുടെ ശരിക്കും നിൽപ്പുണ്ട് കേട്ടോ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇച്ചിരി ഉപ്പുമുളകും കൂട്ടി കഴിക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇത് ഇതിന് വേണ്ടി അലയേണ്ട ആവശ്യമൊന്നുമില്ല. അത് പുളിയായിരിക്കും. നോട്ടെ, കിടന്ന് അലയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുളിയാ. ആണോ, ഇതിൻ്റെ ഒരു കമ്പ് വെട്ടി അത്യാവശ്യം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇത് പിടിച്ച് കിട്ടും. എന്നും വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ വളർന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണമെന്നില്ല. സീസൺ ആവുന്ന സമയത്താണ് ഇതുപോലെ മൾബറി പിടിച്ചിരിക്കുന്നത്, ശരിക്കും പിടിച്ചോളും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. നമ്മൾ ഇത് ഉപ്പും കൂട്ടി കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു നമ്മുടെ ചലഞ്ച്. ഇതാണ്ടേ ഒരു പഴുത്ത ഞാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ഉറുമ്പാണ് കേട്ടോ. ഉറുമ്പ് കാണും. ഉപ്പ് ഞാൻ നല്ല വൃത്തിയായിട്ട് കണ്ടേ. കണ്ണോട് ഫോക്കസ് ആണോ? ഓക്കെ, ഇതാണ്ടേ ഉപ്പും കൂടി തിന്നു വന്നേ. മധുരമായിട്ട് വലിയ പഴുത്തേനോട് എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല. നമുക്ക് ഈ പച്ച ഒന്ന് എടുത്ത് നോക്കാം. കണ്ടേ, ഇത് പച്ചയാണ് കേട്ടോ. പച്ച നോക്കണുണ്ടോ? ഏതാ നല്ലത്? രണ്ട് ടേസ്റ്റാണ്. പഴുത്തത് വേറൊരു വൈബ്, പുളിയുള്ളതാണ് കേട്ടോ. പച്ചയാണ് കേട്ടോ. ഉപ്പും മുളകും കൂടി തിന്ന ടേസ്റ്റ് അതാണ്. നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അതിനിടയ്ക്ക് കൂടെ കോഴികളെല്ലാം കൂടെ നമ്മുടെ ചെടി നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നു. പോയേ വണ്ടി വിടെ ഓടോട് ചേർന്നില്ല. നീ ചെടിയുടെ ഒക്കെ പൂവെല്ലാം അവന്മാർ കൊത്തി തിന്നു. ടീം ഫുള്ളുണ്ടോ? ചാട് ഓട് ഫാസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് കോമ്പൗണ്ട് ഉണ്ടല്ലോ, എന്തിനാ ഇവിടം വരെ വരുന്നേ? ഓട് അന്തമായി ഇറക്കണം. അപ്പോൾ എന്തായാലും അടുത്തത് മീനു, ആദ്യം ഒരു പഴുത്തത് ഉപ്പും കൂടി നോക്കേ. ഇവിടെ കുറേ പഴുത്തേക്കുന്ന വെച്ചിട്ടാ. കുറേ ഒരെണ്ണം വെച്ചാൽ അത് വെച്ചിക്കോ. ഉറുമുണ്ട് കേട്ടോ പഴുത്തത്. ഊതിയിട്ട് കത്തിയാൽ മതി. നല്ലോണം നോക്ക്. വലിയൊരു സുഖമില്ല, ഒരു രസമില്ല. പക്ഷെ പിന്നെ പച്ച നോക്കേ. മധുരം വരുന്നോണ്ടേ പച്ച നോക്കേ. പച്ച സൈഡ് പച്ച. ഒന്ന് ഒരു കടി വിടാ മതി. പിന്നെ പുളിയാ. പുളിയൊന്നും നോക്കേ. മറ്റേനേക്കാളും ഇതാ നല്ലത്. അതിലെ ടേസ്റ്റ് അടിപൊളി. അപ്പോൾ ഗായ്സ്, ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എരിയോ എരിമണ്ടക്കേറി. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴുത്തത് മൊത്തം പിച്ചുവാണ്. പിച്ചതിന് ശേഷം ഒരു നല്ല ജ്യൂസ് അടിച്ച് കഴിക്കാൻ പോകും. പഞ്ചസാര കിട്ടല്ലേ? പഞ്ചസാര ഷുഗർ ഡയറ്റാണ്, എന്നാലും ഇന്നൊന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് അതിൻ്റെ പരിപാടി വാങ്ങാം. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് വല്ലപ്പോഴൊക്കെ കഴിക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് പിച്ചാം. പഴുത്തുണ്ടോ? എനിക്ക് ഇവിടെ നടക്കാൻ വയ്യ, ഞാൻ വൈറ്റ് തന്നെയാണ്. എനിക്കും വരണ്ട വെക്കും വരുന്നു. ഇത് കുറയ്ക്കാൻ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു, പക്ഷെ കുറയുന്നില്ല. അങ്ങനെ അമ്മ പറയും തീറ്റി കുറയ്ക്കുക. ഇത് ചെയ്യാൻ അപ്പോഴേ അങ്ങനെ ഒരു പാത്രം എടുത്തോണ്ട് നമുക്ക് പിച്ചാം. അപ്പോൾ ഞങ്ങൾ പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിച്ചട്ടെ. അപ്പോൾ ഗൈസ്, ദേ ഒരു പാത്രം കണ്ടോ? ഈ പാത്രത്തിൽ മാക്സിമം എത്രമാത്രം മൊത്തം പറിച്ച് കഴിഞ്ഞു വന്നു. മാക്സിമം എത്രമാത്രം പറിച്ചിടാൻ പറ്റുമോ പറിച്ചിട്ടോ കേട്ടോ. അപ്പോൾ ഞാനും കൂടെ പറിക്കാൻ പോവാണ്. ഞാൻ തൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ കവർ ചെയ്യാം. ഓക്കെ, കണ്ടോ നല്ല പഴുത്തിട്ട് നിൽക്കുന്നുണ്ട്. പഴുത്തത് മാത്രമാണോ? പഴുത്തത് മാത്രം മതി, പച്ചയൊന്നും പിച്ചണ്ട. ഇതുപോലെ നല്ല പഴുത്തത് കിട്ടും. ഉണ്ടോ? അതാണ് ഞെക്കിയൊന്നും ചെയ്യില്ല കേട്ടോ. ഞെക്കിയുള്ള പ്രശ്നം പറയാമോ? കയ്യിൽ മൊത്തം ഇതാവും. അത് നേരത്തെ ആയത് കണ്ടോ? നേരത്തെ ആയതാ, അത് കുഴപ്പമില്ല. അത് ഞെക്ക് കൊടുക്കാതിരുന്നാൽ മതി. ഇതാണ്ട് ഇവിടെ എല്ലാം നിൽപ്പുണ്ടോ? അയ്യോ, ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഓക്കെ, എന്ത് രസം നോക്കിയാണ്. കുറേ ഒന്നും എനിക്ക് എത്തത്തില്ല, എത്തുന്ന മാത്രം പറിച്ചാൽ മതി. അതെ, ഞാനിവിടെ വരാം, പറിച്ചിട്ട് കാണാം. അപ്പോൾ അത് നേരത്തെ കുറച്ച് നേരത്തേക്ക് ഒന്ന് ക്യാമറ ഓഫ് ചെയ്യല്ലേ. ബൈ ബൈ. ഞങ്ങൾ ഒരുവിധം പിച്ചക്ക് കൊണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇത് നമ്മുടെ അമ്മൂസും ഇറങ്ങിയിരിക്കുകയാണ്. അമ്മൂസ് പിച്ച് തരുവാണ് കേട്ടോ. അമ്മ പഴുത്തത് മാത്രമേ പിച്ചാവേ? പഴുത്തത് മതി, നമുക്ക് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിക്കാനാ? ജ്യൂസ് കമ്മട്ടിക്ക ജ്യൂസ്. അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കാണുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മൂമ്മ എന്തോ ഈ അയ്യത്തും ഈ തോട്ടിലൊക്കെ അവിടെയൊക്കെ കാണും. നമ്മള് പലപ്പോഴും ഇപ്പൊ അമ്മൂമ്മക്ക് ഭയങ്കര മടിയാ. അമ്മയ്ക്ക് എല്ലാം മടിയാ. നമ്മൾ വിളിക്കുമ്പോ ഓടും. ഇപ്പൊ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാ. നമ്മൾ അറിയാതെ വേണം. ആരാണ്ടൊക്കെ അമ്മൂമ്മ അങ്ങ് അറിയുന്നു പോലും. ഓരോരുത്തരും അമ്മൂമ്മ അങ്ങ് തിരക്കുന്നു പോലും. അമ്മൂമ്മ അങ്ങ് ഫേമസ് ആണെന്നൊക്കെ അമ്മ പറയുന്നത്. ഞങ്ങളുടെ വീടിന്റെ ഇറങ്ങുന്ന ഈ ഒരു സ്ഥലം അങ്ങനെ ഉണ്ട്. ജസ്റ്റ് ഈ സ്ഥലത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ
തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ട, ഇതാണ് എൻ്റെ വീട്ടിലോട്ട് വരുന്ന വഴി, ഇത് ഞങ്ങളുടെ കുടുംബ വീട്ടിലോട്ട് കയറുന്ന വഴി, അത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് കയറുന്ന വഴി. സൈലൻറ്റ് പ്ലേസ് ആണ് കേട്ടോ. എങ്ങനെ ഇഷ്ടപ്പെട്ട? അമ്മൂമ്മയും നമ്മുടെ കൂടെ വന്നേ എടുത്ത് പറഞ്ഞിരിക്കണേ. ഒരു വട്ടം വീഡിയോ നമ്മളായിട്ട് പൊങ്കാലിട്ടത് അമ്മൂമ്മ എന്തിനാ ഈ വീട്ടിൽ ഒറ്റയ്ക്കിട്ടേക്കുന്നത്? അമ്മൂമ്മ രാവിലെ വന്നിട്ട് വൈകിട്ട് പകലേ ഇരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. അപ്പൂപ്പനോടല്ലേ അപ്പോൾ ആ ഒരു വൈബ്. അപ്പോൾ ബാക്കിയോട് പിടിച്ചാണ് ഇവിടെ ഇടയിൽ ഇഷ്ടം പോലെ പോട്ടുണ്ടേ. അപ്പം ഗൈസ് മൾബറികൾ അങ്ങനെ നമ്മൾ താണ്ടേ ഇഷ്ടം പോലെ പോയിട്ടുണ്ടോ? പക്ഷേ കുറച്ച് മതി. അപ്പോൾ ആവശ്യമുള്ള ഇത്രയും കിട്ടി. നമുക്ക് ടേസ്റ്റ് അറിയത്തില്ല. ആദ്യം നമുക്ക് ഇതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം, കൊള്ളാമെങ്കിലല്ലേ ബാക്കിയുള്ളവർ. നമുക്ക് നേരെ ഒന്നും ജ്യൂസാണ്. പാലൊഴിച്ചാൽ കേട്ടോ, പാലിനകത്ത് ആസിഡ് ഉണ്ട്, തൈരായി പോകും. പാലൊഴിക്കരുത്, അല്ലാതെ പഞ്ചസാര ഇത് മാത്രമായിട്ട് കുറച്ച് പുതിനയിലാണ് ഇവിടെ, അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നോക്കാം. അപ്പം ദേ ആദ്യം തന്നെ നമ്മുടെ പുതിനയില ഏറ്റവും അടിയിടുവാണ്, കാരണം പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ താണ്ടെ കൊണ്ടുവന്നിട്ട് കഴുകണം, കാരണം കഴുകിയതിന് ശേഷമുള്ള നമ്മുടെ മൾബറിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രിഡ്ജിലെ നല്ല തണുത്ത വെള്ളം, എത്രമാത്രം തണുപ്പ് വേണോ അത്രയും കൂടെ നമുക്ക് തണുപ്പ് കയറ്റാം കേട്ടോ. ഇത്രയും മതി, ഇത്രയും പോരെ. സാധനം തോനെ ഉണ്ടായിട്ട് പുളിയും ഇതൊക്കെ ഉണ്ടായിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. ഓക്കെ, പഞ്ചസാര അവരുടെ ഇഷ്ടപ്രകാരമാണ്, ആവശ്യത്തിന് എടുക്കുക. മധുരം തോനെയും വേണമെങ്കിൽ അങ്ങനെ ഇടുക, മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടുക. അപ്പം നമുക്ക് തുടങ്ങാം. അടപ്പേ പിടിച്ചോ? അടപ്പേ പിടിച്ചോ? അടപ്പ് തെറിക്കണം ഇങ്ങനെ ഇങ്ങനെ പോക്കുന്നു. ഇല്ലല്ലോ, ചോര കളറൊക്കെ കൊണ്ട് ഇറങ്ങട്ട്. അടപ്പെന്നാലും ഒന്ന് പിടിച്ചോ? മതിയായിരിക്കുമല്ലേ? ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യും. മതിയാവും. ഒന്നും അടിക്കാം. ഒന്നുകൂടെ ഒന്ന് കറക്കിക്കോ. കറക്കി. അതാ ഇനി പിടിച്ചോ. മതി, മതി. ഇനിയേ അരിപ്പിഞ്ഞെടുത്തുണ്ടോ? ഒന്നാണ്ടേ ലവന്മാർ വരുമെന്നുള്ള പേടിയാ. ഇവിടെ ആയതുകൊണ്ട് വരത്തില്ല. നമുക്ക് അരിച്ച് ചീത്ത ഒരു സ്പൂൺ വേണോടി, എന്നാലും ഇത് ഇറങ്ങത്തുള്ളൂ കേട്ടോ. അയ്യോ, സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം കൊന്ത് വന്ന് നിറയുന്നോണ്ടേ ഇതിൻ്റെ പൾപ്പിറങ്ങാച്ചി താവും. നോക്കിക്കൊള്ളി അവർ വരാതെ ഞാൻ ഇപ്പോൾ സ്പൂൺ എടുത്തോണ്ട് സ്പൂണ് ഇങ്ങനെ അതിൻ്റെ പൾപ്പിൽ നടക്കണം കേട്ടോ. എന്താ നല്ല കട്ടിക്കട്ട ഇറങ്ങുന്നത്, നല്ല മണമൊക്കെ ഉണ്ട്. ഞാൻ ഈ ജ്യൂസ് ആദ്യമായിട്ടോ പിന്നെ ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ചാറും, പിന്നെ നമ്മുടെ പുതിനയിലയുടെ ഒരു മണമുണ്ട്. പിന്നെ ആക്ഷൻ ആണെങ്കിൽ നല്ല വെയിലുണ്ട്. ഞാൻ നല്ല വെയിൽ. ആക്കി ഇത് കൊന്ത കേട്ടോ, എൻ്റെ കൊന്ത്. ഇപ്പം നമുക്ക് അടുത്ത് ഒഴിച്ചു കൊടുക്കാം. ജിഗി 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 ജിഗി. യെസ്, ഇത് നമുക്ക് അങ്ങനെ സെറ്റാക്കി എടുക്കണം. നല്ല ചോര കളറില്ലോടി. ബ്ലഷ് ഇടായിപ്പോ നേരത്തെ ഇട്ട പോലെ ബ്ലഷ് ഒക്കെ എടുത്തിങ്ങനെ ഒക്കെ ചുമന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മീനയുടെ ജോലിയാണ്. കൈ വെക്കണേ. തന്നെ അടുത്ത ഒണ്ണക്സ് ആണോ? ഈ നമ്മുടെ ഈ ഒരു ചോര കളറുള്ള നമ്മുടെ ജ്യൂസ് മൾബറി. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്തോളേ. ഓക്കെ, കഷ്ടമാണ് ഗർഭിണി വയ്ക്കുമ്പോൾ സ്വന്തമായി ടേസ്റ്റ്. അങ്ങനെയൊന്ന് ഞാൻ ഉണ്ടാക്കിയല്ലേ, കൊള്ളാക്കി തന്നാൽ മതി. ആ പുതിനയിലയുടെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കേ വേറെ ലെവൽ, ഒരു രക്ഷയില്ല. നീ കുടിച്ചു നോക്കെ. ഓക്കെ, നീ കുടിച്ചു നോക്ക്. പോട്ട് എങ്ങനെയുണ്ട്? സത്യം നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ മൾബറി ജ്യൂസ് അമ്മൂമ്മയ്ക്ക് കൊടുക്കാം. അമ്മൂമ്മേ, ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കേ. അമ്മൂമ്മ ഹെൽപ്പ് ചെയ്ത് അമ്മൂമ്മയുടെ കൈയും ചുവന്നിരിക്കുന്നു.
എങ്ങനെയുണ്ടെന്ന് നോക്ക് ടേസ്റ്റ്. മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്. സന്തോഷം. എങ്ങനെയുണ്ട്? നല്ല ഫസ്റ്റായിരിക്കുന്നു. അടിപൊളിയാണോ? അതാ സന്തോഷം. എന്നാ കുടിച്ചോ. കുടിച്ചോ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മൂക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. തപ്പിക്കോ. അപ്പൊ ഇതാണ് നമ്മുടെ മൾബറി ജ്യൂസ്. ഫസ്റ്റ് അമ്മ പറഞ്ഞക്ക് ജ്യൂസ് ഫസ്റ്റായിട്ടുണ്ട്. അടിപൊളി സംഭവമാണ്. കൊച്ചു ഞെട്ടാ കൊച്ചനങ്ങിയും. അപ്പൊ ഗായ്സ് മൾബറി എന്താ പറയാ, ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. ജ്യൂസ് അടിച്ചിട്ടുള്ളവരും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെ പറയുമ്പോൾ അറിയാത്തവർക്ക് അത് കുറച്ചും കൂടെ ഗുണം ചെയ്യും. പിന്നെ വളരെ എളുപ്പമാണ്. മൾബറി ഒന്ന് കഴുകണം, കാരണം അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികൾ, അതുപോലെ തന്നെ അമ്മൂമ്മയുടെ ഭാഷ പറഞ്ഞ കുമ്പളങ്ങ പക്കി, ഇതൊക്കെ വന്ന് മുട്ടയിടുമെന്ന് അമ്മ പറയുന്നത്. ഈ കുമ്പളങ്ങ പക്കി എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം വളരെ ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അച്ഛനും അമ്മയും പുറത്ത് പോയേക്കണം, അവർക്കുള്ളത് ഫ്രിഡ്ജിലും വെച്ചു. ഓക്കെ, പ്രത്യേകിച്ച് പുതിനയില അല്ലെങ്കിൽ ഏലക്കയും കൂടെ ഇട്ടോ. നമ്മൾ ഏലക്കിട്ടില്ല, പക്ഷെ പുതിനയിലയുടെ സൂപ്പർ ടേസ്റ്റ്, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടുള്ള ബെൽ ബട്ടൺ അലൗ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ. ബൈ.